ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമ്മളിപ്പോ ഇത്രയധികം സ്കിറ്റുകൾ കണ്ടു. ഇനി നമുക്കൊരു വെറൈറ്റി മിമിക്രി കണ്ടാലോ? വേണം. അപ്പൊ എന്തായാലും ഞാൻ വേദിയിലേക്ക് നല്ല വെറൈറ്റി മിമിക്രിയുമായി വെറൈറ്റി പേരുള്ള ഒരു വെറൈറ്റി കലാകാരനെ സ്വാഗതം ചെയ്തോട്ടെ. ലെറ്റ്സ് വെൽക്കം ജിഞ്ചലു മണി. ജിഞ്ചൽ ചേട്ടാ നമസ്കാരം. നമസ്കാരം. നല്ല പേര് ആദ്യം തന്നെ. Thank you. ഇവിടെ അടുത്താണല്ലേ വീട്? നമ്മുടെ സ്റ്റുഡിയോ അതെ മണിയുടെ തന്നെയാണ്. അല്ലേ? എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് എഴുതിയത് ഇയാളെ കണ്ടിട്ടാണ്. ചിഞ്ചിലമ്മണി ചിഞ്ചിലമ്മണി. അല്ല ചെറിയ കൊച്ചു കുട്ടികളെ ചിഞ്ചിലു അങ്ങനെ കളിപ്പിക്കുന്ന പോലത്തെ ഒരു പേര്. വിവാഹിതനാണോ? അതെ അയ്യോ, ഭാര്യക്ക് വഴക്ക് പറയാനേ പറ്റത്തില്ല. എന്താ ജിഞ്ചിലു ചോദിക്കേണ്ടി വരും. അതെ, നമ്മളെ പേരൊക്കെ ആണെങ്കിലേ അല്ല, ഇതിനു മുമ്പ് നമ്മളെ കോമഡി ഉത്സവത്തിലോ അങ്ങനെ എന്തെങ്കിലും കോമഡി ഉത്സവം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അത്യാവശ്യം ഫേമസ് ആണ് ഐ ഗസ് അല്ലേ? അത്യാവശ്യമല്ല, നല്ല അല്ലേ? ആ ശരി, എന്നാ പൊളിക്കാം അല്ലേ? നമ്മൾ കാത്തിരിക്കുന്നു ഫസ്റ്റ് ഐറ്റം ചേട്ടാ. പക്ഷേ നമുക്ക് ബിജു മേനോന്റെ ശബ്ദം നോക്കാം. ഇന്റർവ്യൂ വോയിസ്. വെള്ളിമൂങ്ങ എന്ന സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ വോയിസ് ഉണ്ട്. അത് നോക്കാം. അത് ഈ സിനിമയുടെ കഥ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഇതിന്റെ കഥ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്ന് പറയില്ലേ, അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി. പിന്നെ ജിജു ക്യാമറമാനായിട്ട് കഴിവുള്ള ആളാണ് ആസ് എ ഡയറക്ടർ. ജിബുവിന് അറിയായിരുന്നു ഈ സിനിമ എങ്ങനെ ചെയ്യണമെന്ന് തന്നെ. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ആ സിനിമയിലെ മാമച്ചൻ എന്ന കഥാപാത്രത്തെ ഒന്ന് അനുകരിക്കാം. ബഹുമാനീയദക്ഷ ശ്രീമതി ജമീല ഹാസിഫ്, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എത്രയോ വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന സുദിനം സറ്റൽക്കരിക്കാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത് നമുക്ക് ഡയറക്ടറിൽ നിന്നും ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് വന്ന ആളുണ്ട്, നമ്മുടെ ജോണി ആൻ്റണി. അപ്പോൾ ജോണി സാറിൻ്റെ ശബ്ദം ഒന്നനിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോ ആൻഡ് ജോ എന്ന സിനിമയിലുള്ള ആ ഒരു വോയിസ്. ഇതുവരെ നിങ്ങളെ കാണിച്ച ഒരു കുട്ടികളെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു ഇറക്കണം, ഇല്ലെങ്കിൽ പപ്പ ഇടപെടും കേട്ടോ എന്ന് വെച്ച് സിനിമയിലേക്കാണ് പോലെ ബാബുഹാരനെ പോലെ ചാടി അടിക്കുന്നൊന്നുമല്ല കേട്ടല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പഴയ കാല ആ ശബ്ദം ഒന്നനിരിക്കും. പിന്നെ ആ കൊട്ടാരക്കര ഗണപതി, വൈക്കത്തപ്പൻ, പെട്ടെന്നുള്ള മമ്മൂട്ടിക്കടയുടെ ഷട്ടപ്പ് ഉണ്ടല്ലോ, അതും ഇനി വേണ്ട. ബാസുര ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വന്നപ്പോൾ വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? ഇന്നലെ മാടമ്പിള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടി വരാമെന്ന് പലവട്ടം പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ? എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പേടിക്കണ്ട, മറിച്ചൊരു ഷോ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ജോജു ജോർജ്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ ഹിറ്റായ സിനിമയാണ് ആൻ്റണി എന്ന സിനിമ. അപ്പോൾ അതിനകത്ത് ആൻ്റണി എന്ന കഥാപാത്രത്തെ ശബ്ദം തന്നെ ഇരിക്കും. നീ ആരടാ? നീ അവൾ ഡിസ്മിസ് ചെയ്യോടാ? നിന്നെ കണ്ടേ അന്ന് ഞാൻ ഓങ്ങി വെച്ചതാ. ഇനി നീ അവളുടെ കാര്യത്തിലെങ്ങാനും ഇടപെട്ടാ പന്നി ഇടിച്ച് നിൻ്റെ നെഞ്ചാങ്കൂടി ഞാൻ പൊളിക്കും. നീ എന്നെപ്പറ്റി പുറത്ത് അന്വേഷിക്കുന്ന നല്ലതാ. പേര് ആൻ്റണി, അന്നയുടെ ലോക്കൽ. അടുത്തായി നമ്മുടെ പ്രകാശ് വർമ്മ. തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജോർജ് സാറിൻ്റെ ശബ്ദം. 36 വർഷമാണ് ബെൻസ് ഞാൻ പോലീസിൽ. അതിൻ്റെ ഇടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർഡായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നേരെയാടാ ഈ പേടിപ്പിക്കുന്നേ എന്നെ. അയ്യയ്യയ്യയ്യയ്യേ. എടാ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ, നിൻ്റെ മുമ്പിൽ ഇതേ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ, നീ ഇനിയും ജോർജ് സാറിനെ കുറെ അറിയാനുണ്ട്. ഇനി അടുത്ത് ഷമ്മിത്തിലകൻ്റെ വോയിസ് തോന്നി. അപ്പം അദ്ദേഹം നമ്മൾ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ധ്രുവം സിനിമയിൽ ഹൈദർ മരക്കാർക്ക് ഡബ് ചെയ്ത്, അപ്പോൾ ആ വോയിസ് ഒന്ന് ട്രൈ ചെയ്യും. ഈ കൊന്തയ്ക്ക് എന്ത് വില വരും? അതൊന്ന് വാങ്ങിച്ചപ്പോഴല്ലേ ഇന്ന് ഞാൻ ഇതിന് 5 ലക്ഷം രൂപ വിലയിടും. ഇല്ലെങ്കിൽ ചെമ്മാച്ചം പറയുന്ന വില. ഒരുപാട് രക്തം പുരണ്ട കയ്യായത്. ഇതിലൊരു പുരോഹിതൻ്റെ രക്തം വേണ്ട, പൊയ്ക്കോ. നരസിംഹ മന്നാടിയാർ, ഹാഫ് ലയൺ ഹാഫ് മാൻ.
എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോൾ ഒരു സിംഹമകത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രജ എന്ന സിനിമയിലെ ഡയലോഗ്, സക്കീർ ഭായ്, ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും DDയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും കൂടി നിറയ്ക്കേണ്ട ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തടുത്ത് നിർത്താനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെപ്പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവൻ്റെ കുതികാലെടുക്കാൻ കഴിയുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് കൊത്താം. എന്തോ ഈ സൂര്യന് ചുവട്ടിൽ എന്ത് നിറകേടിനുമാവും സക്കീർ ഭായ് ബലരാമന്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. അടുത്തായി നമുക്ക് ഒരുപാട് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ബാബുരാജ്. അപ്പം അദ്ദേഹം ഓർഡിനറി എന്ന സിനിമയിൽ ഒരു കള്ളുകുടിയനായിട്ട് കുറച്ച് കോമഡി ആയിട്ട് ചെയ്യണം. അപ്പോൾ ആ ഓർഡിനറി എന്ന സിനിമയിലെ ബാബുരാജിൻ്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇവിടെ കമാൻ, ഇതങ്ങോട്ട് എടുത്തു വെച്ചോ. എല്ലാം തന്നെ ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റെപ്പ് കിട്ടണില്ല. കുടിച്ചിട്ടേ പിന്നെ ടീച്ചർ ഇപ്പോൾ പോസ്റ്റേ കയറിയിട്ടല്ലേ ദേവനുമായിട്ട് സംസാരിക്കണം. മാഷേ എൻ്റെയും കൂടെ ഒന്ന് എടുത്തേരും മാഷേ. താങ്ക് യു. അടിപൊളി. അടുത്തത് ക്യാപ്റ്റൻ രാജു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ശബ്ദം വെള്ളിയേട്ടൻ എന്ന സിനിമയിലുള്ള മാധവനുണ്ണി, തനിക്കും തൻ്റെ അനിയനും വേണ്ടി ഒരു ഗ്ലോറിഫൈ കൗണ്ടറിൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടച്ച ഇപ്പോൾ ഇവിടെ നിൽക്കുന്നേ. മമ്പറമ്പാവിടെ അനിയനെ കുത്തിയതാരാണെന്ന് എനിക്കറിയാം. കാട്ടിപ്പള്ളി പപ്പൻ. അവനെ ഞാൻ എൻ്റെ ഫോഴ്സിൻ്റെ മുഴുവൻ ആൾക്കാർ ഉപയോഗിച്ചാലും പിടിക്കാനാവില്ലടോ. എന്താ തനിക്ക് കഴിയോ മിസ്റ്റർ ബാബ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇനി നമുക്ക് മറ്റൊരു താരത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രപ്രസാദ്. അപ്പം അദ്ദേഹത്തിൻ്റെ മേലേപ്പറമ്പിലാണ് വീടെന്ന ചിത്രത്തിലെ ഡയലോഗ്, ക്ലൈമാക്സിലുള്ള ഡയലോഗ്, പൊള്ളാച്ചി കൗണ്ടറേ, നിങ്ങളുടെ മകളെ ഒരു വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടായത്. നിന്നെ എനിക്ക് ഇഷ്ടമാണ് മോളെ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ച് പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിൻ്റെ വിജയം. നീ എൻ്റെ മരുമകളാ, ധൈര്യശാലി. ചേട്ടാ അടിപൊളിയായിരുന്നു.